അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള 3 കാര്യങ്ങളുണ്ട്. ഹദീസിൽ കാണാം അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള 3 കാര്യങ്ങൾ. ഒന്ന് ഖീല വഖാൽ, കണ്ടതും കേട്ടതും പറയൽ. ബ്രാക്കറ്റില് കിട്ടിയതെല്ലാം വാട്സപ്പിൽ ഷെയർ ചെയ്യൽ. അത് ദുനിയാവിന്റെ കാര്യവും ഷെയർ ചെയ്യരുത്, ആഖിറത്തിന്റെ കാര്യവും അറിയാത്തത് ഷെയർ ചെയ്യരുത്. ആഖിറത്തിന്റെ കാര്യം അറിയാത്തത് ഷെയർ ചെയ്യാൻ പാടില്ല, കുറ്റാണത്. ഇന്ന സ്വലാത്ത് എല്ലിയാൽ 10 ലക്ഷം കൂലി കിട്ടും. ബ്രാക്കറ്റിൽ ഏതോ ഒരു കിതാബിന്റെ പേരും കാണുന്നുണ്ട്. എനിക്കറിയോ? ഇല്ല. പിന്നെ എന്തിനാ ഷെയർ ചെയ്യാൻ നിൽക്കുന്നത്? ഹലോ ഉസ്താദ്, അത് ആരെങ്കിലും ചെല്ലി അതിന്റെ കൂലി ഇട്ടൂലേ? അങ്ങനെ ഇല്ലാത്ത പറയാനോ ഉറപ്പില്ലാത്ത പറയാനോ ഇസ്ലാമിൽ പറ്റില്ല. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമു, നിനക്ക് വിവരമില്ലാത്ത കാര്യം നീ പറയരുത്, ഇടപെടരുത്. ആ വിഷയം നീ വളരെ ശ്രദ്ധയോടെ മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റൂ. പ്രത്യേകിച്ച് ഒരു ഹദീസൊക്കെ നബിവചനം എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ഒരു കാര്യം പറയുമ്പോ സൂക്ഷ്മത ഇല്ലെങ്കിൽ ആഖിറത്തിൽ കുടുങ്ങിപ്പോവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവറിയാന്ന് പറഞ്ഞാൽ സാധാരണ ഒരാളുടെ പേരിൽ കളവറിയുന്ന പോലെയല്ല. കളവിന്റെ വിധി ഹറാം. മുത്തുനബി തങ്ങളുടെ പേരിൽ കളവറിൽ ഹറാം മാത്രമല്ല, വൻ ദോഷം. ഖാലൻ നബിയു എന്ന് മറ്റൊരു കാര്യം പറഞ്ഞാൽ അതെങ്ങാനും ഇല്ലാത്തതാണെങ്കിൽ നരക സീറ്റ് ഉറപ്പിച്ചോട്ടെ എന്ന ഹദീസ്. വൻ ദോഷമാണത്, വൻ ദോഷം. ഹറാമ് മാത്രല്ല, വൻ ദോഷം വന്നാ പിന്നെ അടിപൊളിയായി ഒള്ളെടുത്തോണ്ടോ നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നോണ്ടോ ദോഷമൊന്നും പൊറുക്കൂല. തൗബ ചെയ്ത് പൂർപ്പിക്കണം. അതാണ് ഈ വൻ ദോഷം എന്ന് പറഞ്ഞാല്. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള 3 കാര്യങ്ങളിലെ രണ്ടാമത്തതാണ് കസറത്തു സുആൽ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക. ഉസ്താദ് നാട്ടിലേടെ എത്ര മക്കളുണ്ട്? അത്രേ ഉള്ളൂ? ശരി. ഗൾഫിൽ നിന്ന് വന്നാളോട് എപ്പാ വന്നേ, എപ്പാ പോന്നു? അല്ലെ എപ്പം പോയി എനിക്കെന്താ കാര്യം? ചിലയാളുടെ കൂടെ അല്ലെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പരിപാടിക്ക് വരാൻ വേണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കയറിയാല് ഇവരെ ചോദ്യം കേട്ടാ വിചാരിക്കും നടന്നിട്ട് പോയാ മതിയേനു. എന്തെല്ലാം ചോദിക്കൽ റഹ്മാൻ, എന്തപ്പോ ചോദിക്കൽ? നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം ചോദിക്കാം. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യൻ നന്നാവൽ എപ്പോഴാന്ന് ഇസ്ലാം പറയുന്നുണ്ട്. എപ്പോഴാ നന്നാവുക? ഒരു മനുഷ്യൻ നല്ല മനുഷ്യൻ എന്ന് ഇസ്ലാം പറയണമെങ്കിൽ തർക്കുഹു മാ ലാ യഅനി, ആവശ്യമില്ലാത്ത കാര്യമെല്ലാം മാറ്റി നിർത്തണം. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടരുത്. എല്ലാ ഗ്രൂപ്പിലും നമ്മൾ ഉണ്ടാവണ്ട. പ്രത്യേകിച്ച് ഇപ്പൊ പല ഗ്രൂപ്പുകളും ഹറാമിലേക്ക് എത്തുന്ന ഗ്രൂപ്പാണ്. അതിൽപ്പെട്ടതാണ് അന്യപെണ്ണും അന്യപുരുഷനൊക്കെ ഇടകലർന്നിട്ടുള്ള കുടുംബ ഗ്രൂപ്പ്, പഴയ SLC ബാച്ച് ഗ്രൂപ്പുകൾ, ഗെറ്റ് ടുഗദർ ഗ്രൂപ്പുകൾ. പണ്ട് ആൺകുട്ടിയും പെൺകുട്ടിയും നാണക്കേടവും വിഷമമൊക്കെ ഉള്ളതുകൊണ്ട് കണ്ണടിക്കാനും മിസ്സടിക്കാനൊക്കെ മടിച്ചിട്ടുണ്ടാവും, നാണിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഒരു കല്യാണം കഴിച്ച് 2-3 മക്കളൊക്കെ ഉപ്പിയും ഉമ്മിയൊക്കെ ആയി, വേറെ വേറെയായി. ഇപ്പം പേഴ്സണൽ ചാറ്റിങ് തുടങ്ങാൻ ഈ സ്കൂൾ ഗ്രൂപ്പുകളാണ് കാരണമാണ്. ജാഗ്രതയില്ലെങ്കിൽ വലിയ തെറ്റുകുറ്റങ്ങൾ കേൾക്കേണ്ടി വരും, കാണേണ്ടി വരും, കനത്ത വില നൽകേണ്ടി വരും. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള 3 കാര്യങ്ങളിലെ മൂന്നാമത്തത് ഇളാഅത്തുൽ മാൽ, സമ്പത്ത് നശിപ്പിക്കല. വിവാഹത്തിന്റെ പേരിൽ, എൻഗേജ്മെന്റിന്റെ പേരിൽ, ഹൗസ് വാമിങ്ങിന്റെ പേരിൽ എത്രയോ പൈസ നഷ്ടപ്പെടുത്തുന്നു. ഒരു വീട് കൂടലിന്റെ ആ ദിവസം വീട് മൊഞ്ചാക്കാനും വരുന്നവർക്ക് ഞാൻ ചെറുതല്ല എന്ന് തോന്നിപ്പിക്കാനും ഹൗസ് വാമിങ്ങിന്റെ പേരിൽ എത്ര ലക്ഷങ്ങളാ നമ്മളെ നാട്ടിലെ പ്രവാസികൾ പൊടിക്കുന്നത്. നമുക്ക് തോന്നുന്നുണ്ടോ സമ്പത്ത് നശിപ്പിച്ചിട്ട് പിശാചിന്റെ സുഹൃത്തായിട്ട് നന്നാവാൻ കഴിയും? തോന്നുന്നുണ്ടോ? സമ്പത്ത് നശിപ്പിക്കുക എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യമാണ്. പിന്നെ എങ്ങനെ ഒരാൾ നന്നാവില്ല? മകളെ കല്യാണത്തിന്റെ പേരിൽ, വീട് കൂടലിന്റെ പേരിൽ, എന്തെങ്കിലും പ്രോഗ്രാമിന്റെ പേരിൽ എത്രയാ സമ്പത്ത് നശിപ്പിക്കണത്? ഒന്നുമില്ല. നീ ചോക്ലേറ്റ് ഒക്കെ വിശന്നിട്ടോ വിശന്ന് പൊരിഞ്ഞിട്ടോ അല്ല. ഈ എൻഗേജ്മെന്റിന്റെ പേരിൽ സ്നിക്കേഴ്സും ഗാലക്സിയും ബോണ്ടിയും മറ്റു ചോക്ലേറ്റ് ഒക്കെ ഒന്ന് വീഡിയോ പിടിക്കണം.
റീൽസ് ആക്കണം, വീഡിയോ നാട്ടുകാർക്ക് ഷെയർ ചെയ്യണം, കുടുംബ ഗ്രൂപ്പിൽ നിന്ന് കുറെ പൂവും ലൈക്കും കിട്ടണം, ഇത്രയും ചോക്ലേറ്റ് ഉണ്ട് എന്ന് കാണിക്കണം. ഇതല്ലാതെ വേറെ നമുക്ക് ഇതിൽ താല്പര്യമുള്ളത് എന്താ? ഉമ്മത്തെ നമുക്ക് പറ്റിപ്പോയത് ഇളാഅത്തുൽ മാൽ, സമ്പത്ത് നശിപ്പിക്കൽ കടുത്ത ഹറാമാണ്, അള്ളാഹുവിന് കടുത്ത വെറുപ്പുള്ള കാര്യമാണ്. എന്തെല്ലാം പദ്ധതികൾ, എന്തെല്ലാം പുതിയ പുതിയ പേരുകൾ, എന്തെല്ലാം പേര്. ഇനിയും പുതിയത് വരും. അപ്പോഴെല്ലാം നമുക്കൊരു നിലപാടുണ്ടാവണം. വലാ തുബദ്ദിർ തബ്ദീറാ, ധൂർത്ത് നിങ്ങൾക്ക് പാടില്ലെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ധൂർത്തുള്ളവർ, സമ്പത്ത് നശിപ്പിക്കുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണെന്ന് ഖുർആൻ പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ നമ്മൾ അള്ളാഹുവിന്റെ അഹ്ലുകാരാവുക? ഒരു വീടെടുക്കുന്ന സമയത്ത് ജ്യേഷ്ഠന്റെ വീട് അങ്ങനെയായിരുന്നു, അനുജന്റെ വീട് ഇങ്ങനെയായിരുന്നു, അപ്പുറത്തെ കുട്ടീന്റെ മകളുടെ കല്യാണത്തിന് അങ്ങനെയായിരുന്നു, എൻഗേജ്മെന്റിന്റെ പേരിൽ ഇങ്ങനെയായിരുന്നു എന്നൊന്നും നമ്മൾ നോക്കരുത്. പാവപ്പെട്ടവരിലേക്ക് നോക്കിയിട്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് സ്റ്റാറ്റസ് ആക്കിയാൽ എന്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള പാവപ്പെട്ടവരുടെ മനസ്സ് വേദനിക്കുമെങ്കിൽ ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എന്തു ബന്ധായിരിക്കും എന്നിങ്ങനെ ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുക. അപ്പൊ ദൂർത്തുണ്ടാവാൻ പാടില്ല. ലളിതമായ ജീവിതമായിരിക്കണം, വളരെ ലളിതമായ ജീവിതം. നിങ്ങൾ കണ്ടിട്ടില്ലേ, ലോകം അടക്കി ഭരിച്ച രാജാവാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാം പാവപ്പെട്ടവരുടെ ഇടയിൽ പോയിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കും, രാജാവ്. എന്നിട്ട് പറയും മിസ്കീനുൻ ബൈനൽ മസാകീൻ, മിസ്കീന്മാർക്കിടയിലെ ഒരു മിസ്കീൻ ഇതാണ്, സ്വന്തം പരിചയപ്പെടുത്തുന്നതാണ്. കണ്ടോ, കുറെ പാവപ്പെട്ടവരുടെ ഇടയിൽ പോയിട്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം ഫുഡ് കഴിക്കല്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായ കാലത്തു തന്നെ പാവപ്പെട്ടവര്, വളരെ പാവപ്പെട്ടവര് ക്ഷണിക്കുന്ന പരിപാടിക്കൊക്കെ വളരെ താല്പര്യത്തോടെ പങ്കെടുക്കും. എന്നിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. കാര്യമായിട്ട് ആ വീട്ടിലൊന്നും സൽക്കരിക്കാനൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉള്ളത് കഴിച്ച് അവർക്ക് ദ്വാരന്ന് തൃപ്തിപ്പെടുത്തി സന്തോഷിപ്പിച്ച്. പിന്നെ അലി റളിയല്ലാഹു ചെയ്യുന്ന പരിപാടി എന്താ അറിയോ? അലി റളിയല്ലാഹു വലിയ പണക്കാരനൊന്നല്ല, തന്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചിട്ട് ഈ പാവപ്പെട്ടവരെല്ലാം ക്ഷണിക്കും തന്റെ വീട്ടിലേക്ക്. അവരാണ് മുത്തഖീങ്ങൾ, അവരാണ് ഖൽബ് സ്വാലിഹീങ്ങളായ ഖൽബിന്റെ ഉടമകൾ. ദൂർത്ത് നമുക്ക് പറ്റൂല. നമ്മളൊരു വണ്ടി വാങ്ങുമ്പോൾ ഇങ്ങനെ ആലോചിക്കാം, ഇത് എനിക്ക് ആവശ്യമുണ്ടോ? ഒരു വീട് വെക്കുമ്പോൾ സ്ക്വയർ ഫീറ്റ് ആലോചിക്കാം, ഇത് എത്രയാണ് എനിക്ക് ആവശ്യം? ആരും കാണിക്കാനല്ല, ആർക്കും വേണ്ടിയല്ല, നമുക്ക് താമസിക്കാൻ വേണ്ടി മാത്രം. അതേത് കാര്യത്തിലും ആലോചിക്കേണ്ടതാണ്. ഇത് എൻഗേജ്മെന്റ് നടത്താനും പണമില്ല എന്ന് ചെറുക്കൻ പറഞ്ഞപ്പോഴാ ഉമ്മാന്റെ നിർബന്ധം. ലോണാണെങ്കിൽ ലോൺ എടുക്ക്, കുറച്ച് സ്വർണം കൊടുക്കണം, ഓൾക്ക് കെട്ടി കൊടുത്തിട്ട് മോശമല്ലേ, എല്ലാരും അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ? ഇതാണ് ഉമ്മമാര് ചെയ്യേണ്ടത്, ഇതാ ഉമ്മമാര് ചെയ്യേണ്ടത്. ഹറാമ് ചെയ്യാനാണോ മക്കളെ പഠിപ്പിക്കേണ്ടത്? ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെ തിരുത്തല്ലേ ഉപ്പാന്റെ ഉമ്മാന്റെ ഡ്യൂട്ടി? ഒരൊറ്റ ഹറാമിലും പെട്ടുപോകരുത് എന്നല്ലേ ഉപ്പയുമ്മയും പറയേണ്ടത്? ഇത് വീടിന്റെ ഉദ്ഘാടനത്തിനും കല്യാണത്തിന്റെ അന്നൊക്കെ സ്വർണം ലോൺ എടുക്കാനും ബാങ്കുമായിട്ട് ഇടപെടാനും പഠിപ്പിച്ചു കൊടുക്കുന്ന ഉപ്പയുമ്മയാണെങ്കിൽ ഈ ഉപ്പാനും ഉമ്മാനെയും മുൾമുനയിൽ നിർത്തിയിട്ട് മക്കൾ ആഹൃതി പറയൂലേ, ഇവരാണ് എന്നെ കൊണ്ട് ഹറാമ് ചെയ്യിപ്പിച്ചത്? നാട്ടുകാരെ നോക്കിയിട്ടാ നമ്മൾ കല്യാണം നടത്തേണ്ടത്? നമുക്ക് അല്ലാഹു തന്ന കഴിവനുസരിച്ച് നമ്മൾ ജീവിക്കുക. അല്ലാഹു തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ തകുൻ അഗ്നന്നാസ്, നിന്റെ മനസ്സ് നല്ല തൃപ്തിയുള്ള മനസ്സാവും, നീ നല്ല ഐശ്വര്യമുള്ള ആളാവും, നീ തന്നെയായിരിക്കും ഏറ്റവും വലിയ സമ്പന്നൻ, നിനക്ക് ആർത്തി ഉണ്ടാവില്ല.